ഇഡലിക്ക് പറ്റി നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പെട്ടെന്നൊരു 3 സവാള വെച്ച് പെട്ടെന്നുണ്ടാക്കി. ഇത് നമുക്ക് അരിഞ്ഞുകൊണ്ട് വരാം. ഈ 3 സവാള ആവശ്യത്തിനുള്ള സാധനങ്ങൾ നോക്ക്. ഉള്ളി എടുത്തിട്ടുണ്ട്, മുളക് പൊടി, കായം, ഉപ്പ്, ഇച്ചിരി കരിവേപ്പില കൂടെ വേണ്ടി വരും. ഉള്ളി, കായം, ഉപ്പ്, ഈ 2 സാധനം ഇതെപ്പോൾ നയിക്കാം. ഇതിപ്പം കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവട്ടെ. കടായി അടുപ്പത്ത് വെച്ച് ചൂടായപ്പം കടുക് ഇട്ടു. കുറച്ചുള്ളി ഇടാൻ, അത് നന്നായിട്ട് മൂക്കട്ടെ. പിന്നെ മറ്റാക്കി ഉള്ളിട്ട കരിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കടുക് വറക്കുന്ന പോലെ മൂപ്പിച്ചെടുക്കണം. ഇഡലിയായി നമുക്ക് ഓഫ് ചെയ്യാം. നന്നായിട്ട് ചുമക്ക മൂക്കട്ടെ. കുറച്ച് ഉള്ളി ഇടാം. കുറച്ചേറെ ഇട്ടേക്കാൻ തന്നെ നമുക്ക് ആവശ്യം. ഞാൻ 2-3 ഉള്ളി എടുത്തു. ചെറിയത് ഉള്ളിയല്ല, സവാള. ചെറിയ ഉള്ളിയാണ് വളരെ ടേസ്റ്റി ആയിരിക്കും. പക്ഷെ നമ്മുടെ വീട്ടിലിവിടെ ഇല്ല. നമ്മളിവിടെ താമസിക്കുന്നിടത്ത് മലയാളികളുടെ കടയൊക്കെ ഒത്തിരി ദൂരെ, അവിടെ പോയി മേടിക്കാൻ പല. അതുകൊണ്ട് ഇത് വഴഞ്ഞ് കഴിഞ്ഞപ്പോൾ മുളക് പൊടി ചേർക്കാം. ഞാൻ 2-3 സ്പൂൺ ഇടും, കാരണം മുളക് ചമ്മന്തി അല്ലേ, ഇച്ചിരി ഇന്നോട്ട് കൂടുതൽ. അതൊന്ന് വഴറ്റിയിട്ട് നല്ല തര ചട്നി. പോരാത്ത ഉപ്പൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായി തിളച്ച് വന്നപ്പം അതിനകത്തോട്ട് ഇതിടാം, കായപ്പൊടി. നല്ല 1 തരം ചട്നി തയ്യാർ. 2 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ ഈ ചട്നി ഉണ്ടാക്കാൻ. നമ്മൾ ഇഡലിയുടെ മുകളിൽ ഒഴിച്ച് കഴിയുമ്പോൾ എന്തൊരു ഭംഗിയാണെന്ന് കാണിച്ചു തരാം.